അളിയനെ കണ്ടിരുന്നെങ്കിൽ വലിയ കൊമ്പത്ത് തെറ്റിയിരുത്തിയനല്ലേ, വലിയ ആളാക്കിയേനെ. പോട്ടെ, നമ്മളെന്തിനാ അതൊക്കെ പറയുന്നു. എത്ര നേരമായിട്ട് നോക്കിയിരിക്കുന്നു കണ്ടോ, ഇപ്പൊ നമ്മളാരായി? നമ്മൾ ഒരു കറിവേപ്പില്ല, വരത്ത 7-ാം കൂലി. എടി സരളേ, കൊള്ളാം കേട്ടോ. ഇന്ന് നീ കണ്ടോ? എടാ മോനെ, ഇത് എന്ത് പറ്റിയടാ? ഇത് മാൻഡില് പോയി. അയ്യോ, അവൻ വല്ലതും കഴിച്ചിട്ടാണോ പോയത്? ആര്? മാൻഡില്. എന്നെ പൊന്നിയേട്ടാ പെട്രോൾ മാക്സിന്റെ മാൻഡിൽ പോയ കാര്യമോ പറയുന്നത്? ആണോ? ഞാൻ വിചാരിച്ചേ ഇവിടുത്തെ ഇളവനുണ്ടല്ലോ സുനില്, അവന്റെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ കൊണ്ട് ഇറങ്ങിപ്പോലെ ടൈറ്റ് ജീൻസ് ഇട്ടു, അവന്റെ കാര്യമായിരിക്കും. അവന്റെ പേര് അനിൽ. അനിൽ അനിൽ. ആ എന്തായാലും ശരി, അവനൊരു മാൻഡിലിന്റെ ഷേപ്പാ. സറലേ, എത്ര നേരം വിളിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങി വന്നടി. എന്റെ അമ്മേ, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? നല്ലൊരു ദിവസം നിങ്ങൾ എന്താണ് മനുഷ്യ ഈ കാണിക്കുന്നേ? വാ, വന്ന് അകത്ത് കിടക്ക്. വേണ്ട, നീ എന്നെ സൂപ്പിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മളുടെ പെണ്ണുപിള്ള അവളെന്നെ അങ്ങ് സൂപ്പിക്കുക. അയ്യോ ദൈവമേ, എന്താണിത്? കല്യാണത്തിനിടാൻ കഴുകി തേച്ച് മടക്കി വെച്ചിരുന്ന ഷർട്ടാ. നിങ്ങൾ ഇത്ര മാത്രം കുടിക്കാൻ നിങ്ങൾക്ക് എവിടുന്ന കാശ്? നീ ഭൂമളെ ബാക്കിൽ പൈസ എടുത്ത് സാരിയും ചുരിദാറും ഒക്കെ മേടിച്ച് കിടന്നപ്പോ ഒരു കോട്ടർ മേടിക്കാനുള്ള പൈസ എനിക്ക് തന്നിരുന്നു. പുല്ലപ്പിടി മറിയാട മോളെ. ഓ എന്റെ പൊന്നു മനുഷ്യ, അകത്ത് പാ വിരിച്ചിട്ടുണ്ട്. വാ, വന്ന് കിടക്ക്. അവളെ മറ്റൊന്ന് വിളിച്ചു കിടത്തടി കേട്ടോ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ മടുത്ത് പോടുന്നു. പോടി അവിടെ. കല്യാണത്തിന് വന്നാണല്ലേ? ഞാൻ കല്യാണത്തിന് വന്നൊന്നല്ല കേട്ടോ. നമ്മളല്ല, നമ്മൾ വെറും കറിവേപ്പില്ല, 7-ാം കൂലി. ഇപ്പൊ ആ പോയോളില്ലേ സരള, അവിടെ ഭർത്താവാ ഞാൻ. എനിക്ക് ആമ്പിറില്ലേലും അവളെൻ്റെ ഭാര്യ, മനസ്സിലായോ സുഹൃത്തെ? നോട്ട് ദ പോയിന്റ്. ഈ വീട്ടിലെ മൂത്തള്ളിനെ എന്നെ കല്യാണം വിളിക്കാൻ ഇവർ പറഞ്ഞു വിട്ടാരാന്നറിയോ നിങ്ങൾക്ക്? അതാണ്ട് അപ്പുറത്തെ വീട്ടിലെ വാസുവിനെ. അപ്പം ഞാനാരായി? നമ്മൾ വെറും കറിവേപ്പില്ല, വരത്തൻ, 7-ാം കൂലി. പിന്നെ നമ്മുടെ ഇളയ അനിയത്തിൻ്റെ കല്യാണമായിട്ട് നമ്മുടെ അനിയച്ചാർ ഇവിടെ ഉള്ള ചെറുപ്പക്കാർക്കൊക്കെ OCR, OPR, ജോണി വാക്കർ എല്ലാവർക്കും സപ്ലൈ ചെയ്ത് എല്ലാവർക്കും മേടിച്ചു കൊടുത്തു. ഈ മൂത്തള്ളിനെ എനിക്ക് ഒരു പാൻപിരാവ് പോലും ഇയാൾ മേടിച്ചു തന്നില്ല, അറിയോ? അപ്പം ഈ കല്യാണം ഞാൻ കുളവാക്കണം. കുളവാക്കണോ കിണറാക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം കേട്ടോ. പക്ഷെ ഞാൻ ഈ കല്യാണം കുളവാക്കും. എടാ മോനേടാ, ഐസ്പെഡറാണ് കൊണ്ട് തള്ളിക്കൂട്, കളി കഴിക്കട്ടെ. ചേട്ടാ ആവശ്യമില്ലാത്ത പണി കാണിക്കില്ല കേട്ടോ, പറഞ്ഞേക്കാം. ഞാൻ ആവശ്യമില്ലാത്ത പണി കാണിച്ചു, നിങ്ങളല്ലേ ആവശ്യമില്ല. എന്റെ പൊന്നി ചേട്ടാ, കൈ നോക്കി പറയാതെ. ഓ, പിന്നെ കൈ ഇരിക്കുന്ന സാധനം കല നോക്കിയാണോ പറയുന്നത്? നിന്റെ അച്ഛനൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കും. പരിപാടി അപ്പുറത്തെ വീട്ടിലെ വാസിന്റെ വീട്ടിൽ ഇതുപോലെ ഭയങ്കര ബഹളമായിരുന്നു. ഹാ, എന്താ ഇത്? എടാ, ഈ ആസം കൊണ്ട് തള്ളി കൊടുക്കാൻ അവന് രമ്യാണെന്ന്. അല്ല, നീ തോറ്റു. ചേട്ടാ തമാശ കളിക്കുന്നില്ല, പൈസക്കാണ്. എങ്ങനെ തമാശക്കല്ല, പൈസ കളിക്കുന്ന? പൈസക്ക് കളിക്കാണല്ലേ? പോടല്ല ഓടാ, നിന്റെയൊക്കെ വീട്ടിൽ പോരുന്ന കളിയടാ. എന്റെ മുന്നിൽ സാധിച്ചോ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ കല്യാണം വിളിച്ചിട്ട് വന്ന വെറുതെ വന്ന പൊക്കോളാം. അയ്യോ, പാവം പോയി. ഞാൻ വിചാരിച്ച അവനെ തല്ലി കൊന്നേന്ന്. കൊള്ളാം. ഇതൊക്കെ ചുമ്മാ തള്ളി വെച്ചോടെ. ചോറ് കോരാൻ പറ്റിയ പിന്നെ സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. പാവയ്ക്ക, വെണ്ടയ്ക്ക, കോവയ്ക്ക, കംപ്ലീറ്റ് സാധനം എത്തിച്ചിട്ടുണ്ട്. എല്ലാം ഉണ്ടല്ലോ. പിന്നെ 25 തേങ്ങയുടെ കാര്യം പറയാൻ. തേങ്ങ ഉണ്ട്, തേങ്ങ അവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ. 2 പെണ്ണുങ്ങളെ വേണേ. അതെന്തിനാ? പിരിയാൻ, തേങ്ങാ പിരിയാൻ. പേടിപ്പിച്ചോളാം നിങ്ങളോട്. 2 ഗ്ലാസും 1 കലം കട്ടൻ ചായ. 2 ഗ്ലാസ് 1 കലം കട്ടൻ ചായ. അതെന്തിനാ? നൈറ്റിയുടെ വല്ലതും തുടങ്ങുന്നുണ്ടോ? നൈറ്റ് കട തുടങ്ങാൻ വേണ്ടിയല്ല, എനിക്ക് ഇവനും കുടിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് എത്തിച്ചേരാം. വേറെ എന്തെങ്കിലും വേണോ? ഞാനങ്ങ് പോവാ, അതുകൊണ്ടാ ചോദിച്ചത്. എനിക്ക് ഇച്ചിരി മനസമാധാനം മാത്രം തന്നാ മതി. അപ്പൊ ഞാനങ്ങ് പോയാ മതി. മതി ഊതിയത്. ഈ ഉരുളി പറന്ന് പോവല്ലോ. ഊതണോ? എന്നാലല്ലേ സംഭവം ശരിയാവുള്ളൂ. പാചകത്തിന്റെ കാര്യത്തിൽ വീട്ടുകാരിടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാര്യം പറഞ്ഞേക്കാം. ഇളക്കെ ബന്ധോ? അപ്പൊ ഇനി കല്യാണം നടക്കുമോ? നീ അതന്നെ ബന്ധാണെങ്കിൽ പിന്നെ ചെറുക്കനും കൂട്ടരും ഒക്കെ ഇങ്ങോട്ട് എങ്ങനെ വരും? ബന്ധാണെന്നല്ല പറഞ്ഞേ, ബന്ധോന്നാ ചോദിച്ചത്. ബന്ധോന്ന് അറിയണമെങ്കിൽ ഇച്ചിരി എടുത്ത് ഇതിനെ അതൊന്ന് നക്കി നോക്കാം, അല്ലാതെ എങ്ങനെ അറിയാനാ? കയ്യിലോട്ട് വിളിച്ചേ.
ദേ പിടിച്ചു. പൊക്കണം കേട്ടോ. കയ്യിലോട്ട് ഒഴിക്കാൻ പറ്റില്ല, വായിലോട്ട് ഒഴിക്കുന്നത്. കൊന്നോളെ തന്നെയാ കേട്ടോ. ശരിക്കും നിളക്കിക്ക് 6 മണിക്ക് വാർക്കേണ്ടതാ കേട്ടോ. 6 ഞാൻ മണിക്ക്. പറഞ്ഞിട്ടുണ്ട് ഈ പാചകമുള്ള ദിവസം വാർക്കപ്പണിയും പിടിച്ചോണ്ട് വരരുതെന്ന്. എന്താ പാചകമുള്ള ദിവസം വാർക്കപ്പണിയും പിടിച്ചോണ്ട് വരരുതെന്ന് പറഞ്ഞില്ലേ? വാർക്കപ്പണിക്ക് പോകുന്ന കാര്യമല്ല പിന്നെ? പറഞ്ഞത്. എടാ ഇത് 6 മണിക്ക് ഇത് വാർക്കേണ്ടതാണെന്ന്. ഓ വാർക്കേണ്ടതാണ്. എന്നാ പിടിച്ചോ. അവിടെ അവനെ കൊണ്ട് പിടിച്ചേ. എടുക്ക്. വാടാ. ഓഹോ എന്താ അത്? പല്ലി. ആഹാ കൊറേ നേരമായി അവൻ സദ്യ പഠിച്ചോണ്ട് ഇതിനകത്ത് കിടന്ന് നീന്താൻ പഠിക്കുന്നു. എന്നെ ഈ കാണിക്കുന്നത് നീ? അടിക്ക് പിടിച്ചു. അടുക്കി പിടിച്ചെന്നോ? ശരിക്കൊന്ന് ഇളക്കുന്നേ. എന്നാ ഒരു കാര്യം ഞാൻ മുരിങ്ങയ്ക്ക് വന്നാരി. നീ അതവിടെ വെക്കുന്നേ, ഞാനത് ഇളക്കിക്കോളാം. അതെ സംഭവേ എടുത്തേക്കണം കേട്ടോ. എടാ അത് എന്നെ ഇത് എന്താട്ടാ ഇത്? ചോറ് പോരാനുള്ള കൊട്ടയല്ലേ അത്? സൈലൻസ് പ്ലീസ്. കൊന്നോളെ തന്നെയാണ്. മോനാണ് ഇവിടുത്തെ പാചകം കോൺട്രാക്ട് എടുത്ത്. ഞാൻ അവിടുത്തെ പാചകം കോണ്ടാക്ട് എടുത്തിരിക്കുന്നത്. ആണല്ലേ? അവിടെ തുപ്പിടാതെ അവിടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കാണാൻ. എന്നാ ഞാൻ ഇങ്ങോട്ട് തുപ്പാ. ആവശ്യമില്ലാത്ത പണി കാണിക്കരുത് കേട്ടോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീയല്ലേ അവിടുത്തെ ഉൽപ്ലാസിന്റെ മോടെ വീട്ടിലെ കല്യാണത്തിന് ഞാനാ വെച്ചത്. അവിടെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അന്ന് നീ വെറൈറ്റി ആയിട്ട് എന്തോ കറി ഉണ്ടാക്കി. വെറൈറ്റി ആയിട്ട് രസം. രസം നല്ല രസമല്ലായിരുന്നോ? നിന്റെ രസമല്ലേ? ആ നല്ല രസമായിരുന്നു. അന്ന് കഴിച്ച രസത്തിന്റെ ഒഴിച്ചിൽ ഇന്ന് വരെ എനിക്ക് മാറിയിട്ടില്ല. അറിയോ? ഇടുക്കിയിലെ കൂമ്പിയോ പാട്ടുകളെ കേട്ടോ റാസ്കളെ. ഇതെന്താണ് അരിഞ്ഞോണ്ട്? അത് മുരിങ്ങക്കോല്. മുരിങ്ങക്ക മുരിങ്ങക്കോലാണ്. മുരിങ്ങക്കോല. ഈ മുരിങ്ങക്കോൽ ഇത്ര നീളത്തി അരിയാൻ ഇവിടെ തന്നെ വല്ല കൂട്ടത്തല്ലും ഉണ്ടോ? സാമ്പാർ ഇത്ര നിങ്ങളത്തെ അരിഞ്ഞിടണമെന്ന്. സാമ്പാറിന് ഇത്ര നിങ്ങളത്തെ അരിഞ്ഞിടണം. നിന്റെയൊക്കെ സാമ്പാർ അപ്പുറത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഏതാ? അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ചേമ്പ്. നല്ല ചേമ്പ്. നല്ല ചേമ്പല്ല. എന്നെ കല്യാണം പൊളിക്കാത്ത സ്ഥിതിക്ക് ഇവിടെ നല്ല ചേമ്പിട്ട് ആരും കറി വെക്കണ്ട. അതിനാ നല്ല ചേമ്പ്. അവിടെ കക്കൂസിന്റെ പുറകെ കുറെ ചൊറിയും ചേമ്പ് ഉപ്പുണ്ട്. അത് പറിച്ചോണ്ട് വന്ന് കറി ഉണ്ടാക്കി കേട്ടോ. ചൊറിയാൻ ചേമ്പിട്ട് ആരെങ്കിലും കറി വെക്കൂ? ഞാൻ പറഞ്ഞ കേട്ടോ, അല്ല എന്നെ കുന്നളെ നിന്നെയാണ്. എന്നെ അപ്പുറം ഇരിക്കുന്നത് എന്താ? കിഴങ്ങ്. കിഴങ്ങ് എത്ര എണ്ണം ഉണ്ട്? കിഴങ്ങ് എണ്ണേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ചാക്കമ്പടി എടുക്കുന്ന സാധനമല്ലേ കിഴങ്ങ്. ചാക്കമ്പടി എടുക്കുന്ന ആ കിഴങ്ങ്. എടാ ഒരാൾക്ക് എത്ര കിഴങ്ങ് വേണമെന്ന് അറിയാൻ മേലത്ത് നീ എവിടുത്തെ പാചകക്കാരനാടാ? ചേട്ടാ എണ്ണി മേടിക്കാനല്ലേ? ഇല്ല. സബോള എത്ര എണ്ണം ഉണ്ട്? അത് തൂക്കല്ലേ മേടിക്കുന്നത്. അത് എണ്ണേണ്ട കാര്യം വരത്തില്ലല്ലോ. ഇടിക്കും കേട്ടോ നിന്നെ. ദേ ആയിരിക്കണ സാധനം ഏതാ? ആ ചെറിയ പൊതി. അത് കടുക് എണ്ണി വെച്ചിരിക്കുക. 555 എണ്ണം ഉണ്ട്. എണ്ണി വെച്ചിരിക്കുക. 555 എണ്ണം ഉണ്ടെന്ന്. കടുക് എണ്ണി വെച്ചിരിക്കുക. അതെ. എടാ എത്ര പാചകക്കാരാണ് കടുക് കുത്തിയിരുന്ന് ഇങ്ങനെ എണ്ണി വെക്കുന്നത്? എണ്ണാൻ പറഞ്ഞതിന്റെ പേര് ഞാനത് മിണ്ടിപ്പോലും ഒന്നോളെ. ഇവനെന്താ അരിയുന്ന? ചേന എന്തിനാ? ചേന ഓലം വെക്കാൻ. ഓലം വെക്കാൻ നീ ആരാ? ലോലൻ അല്ല, എനിക്കറിയാൻ ചേനയാണല്ലോ സാധാരണ ഇവിടെ ഓലം വെക്കാറുള്ളത്. അത് ശരി. ഈ അടുപ്പത്തിരിക്കുന്ന എന്താ? ഇതോ പായസം. പ്രഥമൻ. ഭയങ്കര സെറ്റപ്പാ. സെറ്റപ്പാ. ഒരു കാര്യം ചെയ്യും, ഇച്ചിരി പായസം ഇങ്ങോട്ട് വന്നു. ഇച്ചിരി പായസം ഇങ്ങോട്ട് വന്നു. അങ്ങനെ വിളമ്പാൻ നോക്കത്തില്ല. നാളെ രാവിലെ 12 വിളമ്പേണ്ട സാധനം ഇത്. നീ എനിക്ക് പായസം തരത്തില്ല. പായസം തന്നില്ല. ഞാൻ ഇതിനകത്ത് തുപ്പി വെക്കും. ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. എനിക്ക് ഇച്ചിരി പായസം. നാളെ 12 വിളമ്പേണ്ട സാധനം ഇപ്പൊ അങ്ങനെ സാധനം കൊടുക്കാറില്ല. വേണ്ട. കൊടുക്കത്തില്ല. പായസം തരത്തില്ല. ഒരു കാര്യം ആ ചേന എടുത്ത് ഈ പായസത്തിലിട്. എന്റെ പൊന്നു ചേട്ടാ, ചേന ആരെങ്കിലും പായസത്തിനകത്ത് ഇടുവോ? എടാ നീ ചേന എടുത്ത് പായസത്തിലിടാ. പായസത്തിലിടാൻ പറ്റത്തില്ലെന്ന്. ചേന പായസത്തിലിട്ടാ ചൊറിയത്തില്ലേ? അയ്യോ അങ്ങനെ സംസാരിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിച്ച സാധനം ഞങ്ങൾ പറയുന്നിടത്തിട്ട നിനക്കെന്താ ചൊറിയുവോ? അതെന്നാ പരിപാടി? ഇതിനകത്ത് ആരെങ്കിലും ചേന ഇടുവോ? പായസി ചേന ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിന്നോടാ പറയുന്ന പായസി ചേന ഇടാൻ പറ്റില്ല. അയ്യോ, പായസി ചേന ഇടാം. പായസ ചേന ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? നിന്നോടാ പറയുന്ന പായസി ചേന ഇടാൻ പായസി ചേന ഇടാം. എന്റെ പൊന്നു ചേട്ടാ, ചേന ഇടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ? എടാ പായസി ചേന ഇടാൻ പറഞ്ഞ ചേന ഇടാൻ പറ്റത്തില്ല. ഇയാളെ ഇന്ന് ഞാൻ കുറെ നേരമായിട്ട് പായസത്തിനകത്ത് എന്റെ അടുത്ത് അവന്റെ കളി. എന്നെ ആരാ വിളിച്ചേ? എടി സർലേ, ആ പാ വിരിച്ചേരി, ഇനി ഞാൻ വന്ന് കിടന്നോളാം.